Good afternoon, sir. Yes, good afternoon. Good afternoon, sir. Good afternoon, Kirti, Good sir. afternoon, sir. Rizki, Asif, Marley, good afternoon. Good afternoon, sir. Yes. പ്രയർ ചൊല്ലട്ടെ. ഞാൻ പറയാൻ പോയായിരുന്നു. അപ്പോഴും ഹസീന പറഞ്ഞു. ഓക്കെ, ഹസീന കണ്ടിന്യൂ. കാരുണ്യ കൈവിളക്കായൊരു ജ്യോതിസേ, നേരായ മാർഗം നീ കാട്ടണമേ. ഇത്തിരി മുന്നോട്ടു പോകുവാനായി എൻ്റെ ഉൾത്തിരി ഒന്നു തെളിക്കണമേ. ഉൾത്തിരി ഒന്നു തെളിക്കണമേ. കാണാവയ്ക്കെല്ലാം ഉള്ളിൽ പൊരുളായി കാണപ്പെടാതെ ഇരിക്കുവോനെ. കാണാവയ്ക്കെല്ലാം ഉള്ളിൽ പൊരുളായി കാണപ്പെടാതെ ഇരിക്കുവോനെ. ഞാനൊരു മൺതരി മാത്രമാണെങ്കിലും നൂനമാവിടുത്തെ സൃഷ്ടിയല്ലോ. നൂനമാവിടുത്തെ സൃഷ്ടിയല്ലോ. കാരുണ്യം കൈവിളക്കായൊരു ജ്യോതിസേ, നേരായ മാർഗം നീ കാട്ടണമേ. ഇത്തിരി മുന്നോട്ടു പോകുവാനായി എൻ്റെ ഉൾത്തിരി ഒന്നു തെളിക്കണമേ. ഉൾത്തിരി ഒന്നു തെളിക്കണമേ. ഹസീന, നല്ല അർത്ഥവത്തായ വരികളാണ്. താങ്ക് യു, ഇത്തിരി സർ. മുന്നോട്ട് പോകുവാനായിട്ട് അല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നിറത്തിലെ തിരി തെളിക്കണം. വെരി ഗുഡ്. സൈൻ ഔട്ട് ഞാനാണ്. ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി. ഞാൻ ഇന്ന് സൈൻ ഔട്ട് ആയിട്ട് ഒരു വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു പാട്ട് പാടാന്ന് വിചാരിച്ചു, എല്ലാവരും വെൽക്കം ചെയ്തിട്ട്. എൻ്റെ ഒരു ശ്രമമാണ്, എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. കാത്തു കാത്തു കഥകൾ തങ്ങി പ്രിയമീറും നിവിൽ ഞാൻ ദുആകൾ ചൊല്ലി. ചോർന്നു ചോർന്നു കഥകൾ മങ്ങി കൈയില്ല കബറിൽ ഞാൻ എന്നെ പോകി. ഇഷ്കം നിറഞ്ഞ അലമകയും ദിക്ക് മുഴുവൻ ഞാൻ നലഞ്ഞേ. വിരൽ വിടയും വെള്ളം നിലമായി ഉള്ളിനുള്ളിലായി തുള്ളിക്കരിഞ്ഞേ. മയമാറി നിന്ന് മരുവായി തീരാൻ മരുതാനിനടിയിൽ പൊടിയുന്നു സംസം. മയമാറി നിന്ന് മരുവായി തീരാൻ മരുതാനിനടിയിൽ പൊടിയുന്നു സംസം. എന്നിലാൽ പടച്ച പെണ്ണെ, മുഖത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ. എന്നിലെ റൂഹിലെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ നിറഞ്ഞതല്ലേ. എന്നിലെ വിളിച്ചവും നീ, മുത്തായി നീ മിന്നണമാലയല്ലേ. എന്നിലെ ഇഷ്കിന്റെ നൂറേ, ആരും കാണാളിയും നീ എൻ്റെ കിതാബിലെ പെണ്ണേ. എൻ്റെ കിതാബിലെ പെണ്ണേ. താങ്ക് യു ആൻഡ് വെൽക്കം എവറിബഡി. പാട്ടിന് എവിടേക്കോ കേട്ടു പറഞ്ഞൊരു ശൈലി വന്നിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ എന്നതും മൊയ്തീൻ്റെതും മനസ്സിൽ പോകുന്നില്ലേ? അതെ സർ, ഏകദേശം ഒരു മൂന്ന് സിനിമന്റെ സോങ് മിക്സ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അത് മാത്രം പിടികിട്ടി കേട്ടോ, ബാക്കി അപ്പൊ അത് സ്ഥലത്ത് വന്നപ്പോ ആ സിനിമയുടെ ഒരു സ്റ്റൈലിൽ വന്നു. അതിനകത്ത് പാട്ടിന്റെ ഒരു ഹമ്മിങ് പോലെയൊക്കെ വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഏകദേശം എങ്ങനെ സർ? എവിടുന്ന് ആര് റെഡിയാക്കി തന്നാണ്?
ഞാൻ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് കുറച്ച് സോങ് കിട്ടി. അപ്പൊ എനിക്ക് തോന്നി ഈ 3 സോങ് ഒന്ന് മിക്സ് ചെയ്ത് ചിലപ്പോ ട്രൈ ചെയ്ത് നല്ല രസമാകും. അതുകൊണ്ട് ഞാൻ ആ 3 സോങ് മിക്സ് ചെയ്ത് കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. Yes, very good, very good, very good. Yes. താങ്ക് യു. New ideas. നമ്മൾക്ക് പലപ്പോഴും കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും, പക്ഷെ നടപ്പിലാക്കണ്ടേ. Commercial application of invention is called innovation. Okay, then see, very good. Then. താങ്ക് യു സർ. Sir, Okay. In thought of the day. thought of the day number, sir. Yes. You are braver than you believe, and stronger than you seem, and smarter than you think. Yes. Man is the masterpiece of God. Yes. Yes. Hey, everybody is the masterpiece of God. എല്ലാവരും ദൈവത്തിന്റെ മാസ്റ്റർപീസുകളാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ പിന്നെ അടിപൊളി ബാച്ച് അല്ലേ? ബാച്ച് 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ മോഡൽ അല്ലേ? യെസ്, ഓക്കെ. സർ, സാറിന്റെ വോയിസ് ഇച്ചിരി ഡൗൺ ആണ് സാർ, നേരെ കേൾക്കാൻ മേല. ഒരു മിനിറ്റ്. ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ ആണ് സാർ. യെസ്, ഓക്കെ. സോ ഞങ്ങളെ ബാച്ച് അടിപൊളിയാകണ്ടേ, എന്നാലല്ലേ നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ചിനൊരടുത്ത് പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ബാച്ചിന്റെ ഒരു അടിപൊളിയായിരുന്നു. അത് ശരിയാണ്. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ബാച്ച് 21 വന്ന് നിൽക്കുകയാണ്. യെസ്, അപ്പൊ ഞാനാണ് 21 ഉള്ളത്. ഈ മറ്റേ 22 പറയണമെന്നുണ്ടെങ്കിൽ അല്ലേ? യെസ്, ഓക്കെ. വെരി ഗുഡ്. യെസ് അല്ലേ? നിങ്ങളെ പോലെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ടൊരു അവസരം കിട്ടിയപ്പോ അത് എന്റെ ഭാഗ്യമായിട്ട് കരുതാം. ഓക്കെ, യെസ്. അപ്പോ ദി ബെസ്റ്റ് സ്റ്റുഡന്റ്. ഓക്കെ, നമുക്ക് അതൊക്കെ വിശദമായിട്ട് വീണ്ടും പറയാം. യെസ്, ഓക്കെ. കുഴപ്പമില്ല, നിങ്ങള് സംതിങ് എൻ്റയർലി ഡിഫറെന്റ്, ഒരു വ്യത്യസ്തതയുണ്ട് പല കാര്യങ്ങൾക്ക് ഞാൻ ശ്രദ്ധിച്ചു. യെസ്, ഓരോരുത്തർക്കും അതിന്റെ പ്രത്യേകതയുണ്ട്. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു എന്താ പറയാ, ഒരു സെൻസ് ഉണ്ട് തലയിലെ. ഒന്നുകൂടി പക്ഷ തലയിലൊരു ആളനക്കമുണ്ട്. യെസ് അല്ലേ ഷിതു? നമ്മളതല്ലേ പറയാറ്, ഒരു അനക്കമൊക്കെ ഉള്ള കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നല്ല നമ്മൾ പറയാം. വെരി ഗുഡ്. Sir, we are best. Oh, very good. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നൗണിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ ജെൻഡർ വരെ, അതിന്റെ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ലാസ്റ്റ് നമ്മൾ ജെൻഡർ വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് നൗണിനെ കുറിച്ച്. ഇനി അതിന്റെ തന്നെ ഭാഗമായിട്ടുള്ള വേറൊരു സംഗതിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് പ്രോനൗൺ. വാട്ട് ഈസ് മീൻ ബൈ പ്രോനൗൺ? പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോനൗൺ ഈസ് എ നൗൺ ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ എന്നാണ് മാത്രം. നമ്മളിപ്പോ ആദ്യം ഒരാളുടെ പേര് പറഞ്ഞു, രാമൻ വന്നു, രാമൻ പോയി, രാമൻ ചായ കുടിച്ചു, എല്ലാം ഇങ്ങനെ പല പ്രാവശ്യം രാമൻ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എന്ത് തോന്നും? ഒരു ബോറടി തോന്നും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഒരു പ്രാവശ്യം രാമൻ എന്ന് പറയാം, പിന്നെ നമ്മൾ എന്ത് പറയുന്നു? രാമൻ എന്ന് പറയുന്നത്, പിന്നെ അദ്ദേഹം എന്ന് പറയാം. രാമൻ വന്നു, അദ്ദേഹം ചായ കുടിച്ചു, അദ്ദേഹം ഊണ് കഴിച്ചു. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാമനെയാണ്. അപ്പൊ രാമൻ എന്ന് പറയുന്ന ആ നൗണിന് പകരം നിൽക്കുന്ന ഒരു വേർഡാണ് അദ്ദേഹം. അവൻ എന്ന് പറഞ്ഞാലും അദ്ദേഹം എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിൽ ഹി എന്ന് പറഞ്ഞാണ്. അപ്പൊ ഹി എന്ന് പറയുന്ന വേർഡ് സ്റ്റാൻഡിങ് ഇൻസ്റ്റെഡ് ഓഫ് രാമൻ, രാമന് പകരമാണ്. അങ്ങനെ ഒരു നൗണിന് പകരം നിൽക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോനൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒന്നിൽ കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അവർ എന്ന് പറയും. അപ്പൊ പറയാറില്ലേ, കുട്ടികൾ ഫുട്ബോൾ കളിച്ചു, അതിനുശേഷം അവർ ഇങ്ങോട്ട് വന്നു, അവർ മതി. ആ അവർ എന്ന് പറയുന്ന വേർഡോട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? കുട്ടികളെയാണ്.
അപ്പൊ ആ ബോയ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നതിന് പകരം പിന്നീട് നമ്മൾ ദേ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നു. അപ്പൊ ദേ എന്താണ്? അതൊരു പ്രോനൗൺ ആണ്. അപ്പോ പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡിനെ നമ്മൾ പറയുന്നു പ്രോനൗൺ എന്ന് പറയുന്നു. അത് ഒരു 9 ടൈപ്പ് പ്രോനൗൺസ് ഉണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് അതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ട ഒന്നും തമ്മിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ വാട്ട് ഈസ് മീൻ ബൈ പ്രോനൗൺ എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടി. യെസ്. ഇനി അതിൻ്റെ അകത്ത് നമ്മുടെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്താണ് നമ്മൾ റിഫ്ലക്സീവ് പ്രോനൗൺ. അപ്പൊ റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം റിഫ്ലക്ടർ. വാഹനങ്ങൾക്കൊക്കെ നമ്മൾ റിഫ്ലക്ടർ വെക്കില്ലേ, നേരെ ഇങ്ങോട്ട് അതിന്റെ റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി, പ്രതിബിംബം കിട്ടാൻ വേണ്ടി. യെസ്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ എംഫസൈസ് ചെയ്തിട്ട് ഊന്നൽ കൊടുത്തിട്ട് പറയും നിങ്ങൾ, നിങ്ങൾ തന്നെ, നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. അവൻ, അവൻ തന്നെയാണ് അതിന്റെ പ്രശ്നം ഉണ്ടാക്കിയത്. അവൾ, അവൾ തന്നെയാണ് അതിന് തുടങ്ങി വെച്ചത്. യെസ്. അപ്പൊ അവൾ തന്നെ, നിങ്ങൾ തന്നെ, അവൻ തന്നെ, അവർ തന്നെ നമ്മൾ പറയില്ലേ. ഇതാണ് റിഫ്ലക്സീവ് പ്രോനൗൺ എന്നുള്ളത്. റിഫ്ലക്സീവ് പ്രോനൗൺ. അപ്പൊ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഐ എന്നുള്ളതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് മൈസെൽഫ്, ഞാൻ, ഞാൻ തന്നെ, മൈസെൽഫ്. ഐ എന്നുള്ളതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് മൈസെൽഫ്. ഇനി യു എന്നുള്ളതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് യുവർ സെൽഫ്, YOURSELF. അല്ലെങ്കിൽ യുവർ സെൽഫ്സ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, രണ്ടുമുണ്ട്. യെസ്. അത് സിംഗുലർ ആയിട്ടാണ് പ്ലൂറൽ ആയിട്ടാണ് യു എന്നുള്ള ഉപയോഗിക്കുന്നത് നോക്കിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. യു, യുവർ സെൽഫ്. ഹി ആണെങ്കിൽ ഹിംസെൽഫ്, ഷീ ആണെങ്കിൽ ഹെർസെൽഫ്, ഹെർസെൽഫ്. ഇറ്റ് ആണെങ്കിൽ ഇറ്റ്സെൽഫ്. ഇനി വി ആണെങ്കിൽ WE, വി ആണെങ്കിൽ ourselves, OURSELVES. ദേ ആണെങ്കിൽ themselves, ദേ ആണെങ്കിൽ themselves. ഓക്കെ. അപ്പൊ ഐ മൈസെൽഫ്, യു യുവർസെൽഫ്, ഹി ഹിംസെൽഫ്, ഷീ ഹെർസെൽഫ്, ഇറ്റ് ഇറ്റ്സെൽഫ്, വി അവർസെൽവ്സ്. അതാണ് അതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ. ഐ മൈസെൽഫ്, ഞാൻ തന്നെ. യു യുവർസെൽഫ്, നിങ്ങൾ തന്നെ. ഹി ഹിംസെൽഫ്, അവൻ തന്നെ. ഷീ ഹെർസെൽഫ്, അവൾ തന്നെ. ഇറ്റ് ഇറ്റ്സെൽഫ്, ഇത് തന്നെ. വി അവർസെൽവ്സ്, ഞങ്ങൾ തന്നെ. ദേ themselves, അവർ തന്നെ. അപ്പൊ ഇതിന്റെ അകത്ത് പരീക്ഷയ്ക്ക് ചോദ്യം വരും, fill in the blanks using റിഫ്ലക്സീവ് പ്രോനൗൺ. റിഫ്ലക്സീവ് പ്രോനൗൺ ഉപയോഗിച്ച് പൂരിപ്പിക്കാന്ന് പറയുന്ന ചോദ്യം വരും. അപ്പൊ അതിന്റെ സബ്ജക്ട്, അതിന്റെ അർത്ഥം നോക്കിയിട്ട് നമുക്കറിയാം. പിന്നെ ഒരു 90% അതിന്റെ സബ്ജക്ട് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എപ്പോഴും പറ്റില്ല, ചെറിയ എക്സെപ്ഷൻസ് അതിലുണ്ട്. യെസ്. അപ്പൊ ഞാനൊരു വാചകം പറയാം. ആ വാചകത്തിലെ മിസ്റ്റേക്ക് പറയണം. യെസ്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മെർലിൻ, യെസ്, ഒരു വാചകം കിട്ടിക്കോ. വൺ ഷുഡ് ലവ്, one should love his wife. One should love wife, WIFE, wife. One should love his wife. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്താൽ മതി. ആദ്യം ഉണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് പറയാം. വൺ ഷുഡ് ലവ് ഹിസ് വൈഫ്. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം. കുഴപ്പമൊന്നുമില്ല അല്ലേ മെർലി? ലവ് ഈസ് വൈഫ് എന്നാണ് സാർ.
love his wife. Okay, buddy. One His should wife. love. One should love his wife. കുഴപ്പമൊന്നുമില്ല അല്ലേ മെർലിൻ? നോട്ടത്തില് കുഴപ്പമൊന്നും തോന്നുന്നില്ല. യെസ്, ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സ്നേഹമോളെ കൂടി നമുക്ക് വിളിക്കാം. സ്നേഹമോൾ, സ്നേഹമോൾ. സ്നേഹമോളെ കിട്ടിയില്ല. കീർത്തി PS. So one he should love his wife. One should love his wife എന്നുള്ള വാചകത്തിൽ മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ? അത് ആദ്യം പറയും. Once he should love his wife. അങ്ങനെയാണോ? One he കൂടി ചേർക്കണം അല്ലേ? Once he should love his wife. Once he എന്ന് കൂടി ചേർക്കണമെന്നാണ്. ഇത് എവിടെ നിൽക്കട്ടെ? ലിയ ലാഹിം. ഹസീന. One should himself love his wife. One should himself love his wife. Okay. Himself ചേർക്കണം. Yes. ഒരു വളരെ വിളിച്ചു ചോദിക്കാം. അഫ്ന. തെറ്റൊന്നുമില്ലാന്ന് തോന്നുന്നു. അറിയാൻ വയ്യ. പറയുന്നത് ഇതിനകത്ത് തെറ്റൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് കിടപ്പുണ്ട്. വൺ ഷുഡ് ലവ്, ഒരുവൻ സ്നേഹിക്കണം, ഒരുവന്റെ ഭാര്യ. വൺ ഷുഡ് ലവ് ഹിസ് വൈഫ് എന്ന് പറയുമ്പോൾ വേറൊരാളുടെ ഭാര്യയാണ്. One's wife. വൺസ് വൈഫാണ്. വൺ ഷുഡ് ലവ് വൺസ് വൈഫാണ്. യെസ്, ഓക്കെ. ഞാൻ ചിലപ്പോൾ വൺ സെൽഫ് വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറയാൻ പോയൊരു വാചകം പറയാം. എഴുതിയോ? I see dash in the mirror. Yes, I see dash in the mirror. എന്നിട്ട് ചോദ്യം ചോദിച്ചിരിക്കാൻ ബ്രാക്കറ്റില് യൂസ് റിഫ്ലക്സീവ് ഫോം. യെസ്, നിങ്ങള് ഒന്ന് നോക്കുക. നമുക്ക് സോജിയോട് ചോദിക്കാം. സോജി. സർ ആദ്യത്തെ വൺസ് ഷുഡ് ലവ് ഹിസ് വൈഫ് എന്നാണോ ആദ്യത്തെ? വൺ ഷുഡ് ലവ് വൺസ് വൈഫ് ആണ്. വൺ ഷുഡ് ലവ് ഹിസ് വേണ്ട. അല്ല, ഹിസ് വേണ്ട. ഹിസ് ആണെങ്കിൽ ഹീ വെച്ച് കൊടുക്കണമല്ലോ. വൺ ഷുഡ് ലവ് വൺസ് വൈഫ്. ഓക്കെ, ഹീ ആണെങ്കിൽ തുടങ്ങിയ കറക്റ്റ് ആണ്. ഹീ ഷുഡ് ലവ് ഹിസ് വൈഫ്. അവരവന്റെ ഭാര്യ സ്നേഹിക്കണം. കറക്റ്റ് ആണ്. ലവ് ഹിസ് വൈഫ് എന്ന് പറഞ്ഞാല് വേറെ ആളുടെ ഭാര്യ സ്നേഹിക്കുന്നതായിരുന്നു. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് അല്ലേ ബൈബിളിൽ പറഞ്ഞേക്കണേ? അതെ. അതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. ജോബി, നിങ്ങൾക്ക് 100% സംഭാവന കിട്ടി. പുരുഷന്മാരോട് പറഞ്ഞു അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. ഒരു സ്ത്രീകളോടും പറഞ്ഞിട്ടില്ല വേറൊരാളുടെ ഭർത്താവിനെ മോഹിക്കരുത്. അത് ശരിയാണ്. അല്ല, ആദ്യം പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ടല്ലോ, രണ്ടാമത് അത് ആവർത്തിക്കരുത് എന്നുള്ളതുണ്ടല്ലോ. നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുകയാണോ? അല്ല, അത് 100% സംവരണം കിട്ടിയില്ലേ? അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് പറഞ്ഞാൽ തിരിച്ചും അന്യപുരുഷനെ മോഹിക്കരുത് എന്നുള്ള അർത്ഥം കൂടി അതിനകത്തുണ്ട്. കേട്ടോ? അതാ കുഴപ്പമില്ല. പക്ഷേ ഇപ്പൊ സോജി നല്ല മനസ്സായതുകൊണ്ട് വേറെ ലെവലായിട്ട് ഹസീന സ്ത്രീകളെ കുറിച്ച് അന്നേ തന്നെ ദൈവത്തിന് അറിയാമായിരുന്നു നല്ല മനുഷ്യരാണ്. അപ്പൊ അവരോട് പറയേണ്ട കാര്യമില്ല, അവരങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് അല്ലേ? യെസ്, ഓക്കെ. വെരി ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് പോകട്ടെ. നമുക്ക് ഇവിടെ വിഷയത്തിലോട്ട് വരാം.
യെസ്. അപ്പൊ നോക്കി ജോബി, ഐ സീ ഡാഷ് ഇൻ ദ മിറർ. അവിടെ റിഫ്ലക്ഷൻ പോലെ അവിടെ ഉപയോഗിക്കുകയാണ് പറയുന്നത്. എന്തായിരിക്കും സോജിന്റെ മനസ്സിൽ ജോബി, സോജിന്റെ മനസ്സിൽ? I see myself in the mirror. കറക്റ്റ് കറക്റ്റ്. ഐ ഞാൻ കാണുന്നു, ഐ സി മൈസെൽഫ്. കേട്ടാ, ഐ എന്നുള്ളതിന് റിഫ്ലക്ഷൻ പോലെ മൈസെൽഫ്, ഞാൻ കാണുന്നു, എന്നെ തന്നെ കാണുന്നു. എവിടെ? ഇൻ ദ മിറർ, കണ്ണാടി. ഓക്കെ, അടുത്തത്. യെസ്, മിസ്റ്റർ വേണു takes 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 care of okay Mr. Venu VENU Mr. Venu takes TAKES care of dash yes. Shilu, reflexive pronoun. Mr. Venu takes care of himself. Okay, very good. Okay, അവിടെ ഷിലു കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തു ഹിംസെൽഫ് എന്ന് പറഞ്ഞു. അപ്പൊ കാരണം എന്താണ്, മിസ്റ്റർ വേണു എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി അത് ഹീ ആണ്. ആ മിസ്റ്റർ വേണു എന്നുള്ളതിന് പകരം മിസ്സിസ് രമണി എന്നായിരുന്നെങ്കിൽ അവിടെ എന്ത് വന്നേനെ? സെൽഫ് വന്നേനെ. മിസ്റ്റർ വേണു ടേക്സ് കെയർ ഓഫ് എന്ന് വെച്ചാല് സംരക്ഷിക്കുന്നു. ആരെ തന്നെ? അവനെ തന്നെ സംരക്ഷിക്കുന്നു. യെസ്. അടുത്തത് ബിസ്മിയോടാണ് ചോദ്യം. യു ഹാവ് ടു ബിസ്മി ബ്യൂട്ടി കുഴപ്പമില്ല, കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. യു ഹാവ് ടു സഫർ SUFFER സഫർ dash for your misdeeds. MISDEEDS misdeeds, മോശമായ പ്രവർത്തികൾ. മിസ്റ്റേക്സ്. ഓക്കെ, ഇനി ഡിസ്പ്ലേ നോക്കിയിട്ട് ഫില്ല് ചെയ്തോ കേട്ടോ. Yourself. You have to suffer yourself for your misdeeds. Correct. You have to suffer. നിങ്ങൾക്ക് സഹിക്കേണ്ടതായിട്ടുണ്ട്. യുവേഴ്സെൽഫ്, നിങ്ങൾ തന്നെ സഹിക്കണം. യുവേഴ്സെൽഫ് എന്തിന്? ഫോർ യുവർ മിസ്ഡീഡ്സ്, നിങ്ങളുടെ മോശമായ പ്രവർത്തികൾക്ക് നിങ്ങൾ തന്നെ സഫർ ചെയ്യാം. സഫീറ, അടുത്തത്. I hurt 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 dash Sarifa, I hurt HURT dash. അപ്പൊ സരീഫിനെ കിട്ടിയിട്ടില്ല, അപ്പൊ ഞാൻ പാസ് ചെയ്യാണ്. ജോഷ്മി, പറഞ്ഞോളൂ. I hurt myself. കറക്റ്റ്, വെരി ഗുഡ്. I hurt myself. അപ്പൊ ഇവിടെ എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം? ആ സബ്ജക്റ്റ് നോക്കിയിട്ട് പറയണം. അത് 90% കറക്റ്റ് ആവും കേട്ടോ. ഒരു 10% മാറ്റി വെച്ചേക്കണം. രമ്യയെ ഓക്കെ, നെക്സ്റ്റ് രമ്യക്കാണ് ചാൻസ്. എഴുതിക്കോ. I hope you enjoyed 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 dash. I hope you enjoyed dash. Yourself. Myself അല്ല, ഞാൻ വിചാരിക്കും നീ സ്വയം എൻജോയ് ചെയ്യും. കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. ഇവിടെ യുവേഴ്സെൽഫ് ആണ്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് നീ തന്നെ നന്നായിട്ട് ആസ്വദിച്ചു എന്നാണ്. യെസ്, അവിടെ മൈസെൽഫ് അല്ല, യുവേഴ്സെൽഫ് ആണ് കേട്ടോ.
യെസ്. അടുത്തത് തർഷീബ എമ്മി. ചോദ്യം ഇതാണ്, he injured 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 dash in an accident, accident. He injured himself in an accident. Very good, correct. Himself. ഒരെണ്ണം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. താൻസിയ, it is your turn. The baby cannot Sir, the baby കഴിയില്ല, cannot feed, FEED, feed feed dash himself. The baby cannot feed dash Himself. ഒന്നുകൂടി ആലോചിക്കും. Baby cannot feed. Myself. അല്ല, ഒന്നുകൂടി അർത്ഥം വെച്ച് ആലോചിക്കുന്നു. The baby cannot feed dash. ബേബി ആണ്, ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം. themselves ആണ് sir. അല്ല, themselves അല്ല. Itself. Ourself ആണോ? Itself. Itself. കുട്ടിക്ക് ഇതിന് തന്നെ ഓക്കെ itself ആണ് correct answer. Yes. Himself പറ്റൂലേ ഇപ്പോ? Himself പറ്റൂലേ? കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മെയിലും ആവാം ഫീമെയിലും ആവാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയില്ലേ, ജെൻഡർ ഒക്കെ നോക്കിയില്ലേ, നമുക്കത് കറക്റ്റ്. അതുപോലെ ചിലപ്പോൾ വല്ല പക്ഷികളുടെ പേര് ബേഡ്, ബേഡും ഇറ്റ്സെൽഫ് അതിന്റെ പേരുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ റിഫ്ലക്സീവ് ഫോണുകൾ എന്താണ് മനസ്സിലായത്? വെരി സിമ്പിൾ ആണ്. വായിച്ച് ഒറ്റ വായിച്ച് നമുക്ക് പിടികിട്ടാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് റിഫ്ലക്സീവ്. യെസ്. ഈ അടുത്തത് നമ്മൾ നോക്കുന്നത് വേറൊരു സംഗതിയാണ്, ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് പ്രോണം. ഇനി നമ്മൾ നോക്കുന്നതാണ് റിലേറ്റീവ് പ്രോണം. അപ്പൊ അടുത്ത ഹെഡിങ് ചെയ്തിട്ടും റിലേറ്റീവ് പ്രോണം. റിലേറ്റീവ് പ്രോണം. യെസ്. അൻസില. ഹലോ. എങ്ങനെ? ഞാനേ ഒരു വാചകം പറയുന്നു മലയാളത്തിൽ, അതൊന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റിയാൽ മതി. ഓക്കെ, ശ്രമിക്കാം. രാവിലെ എഴുന്നേറ്റിട്ട് ഭർത്താവിനോട് പറയുന്നു, ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. തലേ ദിവസം ഭർത്താവ് കുറച്ച് പച്ചക്കറിയായിട്ട് വന്നിരുന്നു. പിറ്റേ ദിവസം കാലത്ത് പറയുന്നു, ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ, കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായിരുന്നു. ഇംഗ്ലീഷിൽ പറയും. പച്ചക്കറികളൊക്കെ പറയാം. കൊണ്ടുവരിക എന്നുള്ള ഇതാണ്. മോശങ്ങളൊന്നും കാര്യത്തിൽ പറഞ്ഞു. യെസ്, എല്ലാ വാക്കുകളും അത് അടക്കി പിടിച്ച് വെച്ചാൽ മതി. ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്നതായ പച്ചക്കറി മോശമായിട്ട്, വേറെ പച്ചക്കറി അവിടെ ഇരിപ്പുണ്ട്, അത് നല്ലതാണ്. ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്നില്ലേ, ആ പച്ചക്കറി മോശമായിട്ട്. യെസ്, പറഞ്ഞു.
അടുത്താണ് വെജിറ്റബിൾ yesterday vegetable വെരി ബാഡ്. അപ്പൊ അൻസീല പറഞ്ഞത് yesterday vegetable very bad. അത്രയും പറഞ്ഞാണ് അൻസീല നിർത്തിയത്. മേരി ജിൻസി ജിൻസിയുടെ മോഡൽ പറഞ്ഞു. ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ വച്ചിട്ടാണ്. ഹലോ പറഞ്ഞോളൂ. The vegetables you bought yesterday was very bad. Yes. The vegetable you brought yesterday was very bad. അപ്പൊ വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ വാസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വേറെ ചെയ്യാം അല്ലേ? ഹലോ ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും മാറ്റാം. അപ്പൊ മേരി പറഞ്ഞത് the vegetable you brought yesterday were very bad. അപ്പോൾ നിൽക്കട്ടെ. ആനീസ് എനി യെസ് സർ പറഞ്ഞോളൂ. ഇപ്പൊ ആൻസില പറഞ്ഞു, മേരി ജിൻസി പറഞ്ഞു, ഈ മൂന്നാമത് ഒരാളെ കൂടി ഞങ്ങൾ പിടിക്കുകയാണ്. കാരണം അപ്പൊ രണ്ടുപേരായിട്ട് വരുമല്ലോ, 2-1 വരാൻ വേണ്ടിട്ട്. യെസ്റ്റർഡേ ദ വെജിറ്റബിൾസ് യു ബോട്ട് വെരി ബാഡ്. വെരി ബാഡ്. യെസ്റ്റർഡേ ദ വെജിറ്റബിൾ യു ബ്രോട്ട് വെരി ബാഡ്. യെസ്. അപ്പൊ ഇവിടെ ഇനി ഞാൻ ചോദിച്ചു പോകുന്നില്ല. ഓക്കെ. ഇവിടെ ജിൻസി പറഞ്ഞു, ആനിസും പറഞ്ഞത് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. യെസ്. നമുക്കിപ്പോ സാധാരണഗതിയിൽ ഇപ്പോ എല്ലാവർക്കും അറിയാവുന്നവര് വിട്ടുകളഞ്ഞേക്കാം, ഇല്ലാത്തവരും ശ്രദ്ധിക്കുക. യെസ്. ഇപ്പൊ നമ്മളിപ്പോ മലയാളത്തിലോട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പറയും. ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്നതായ പച്ചക്കറി. ഓക്കെ, കൊണ്ടുവന്നതായ, അവിടെ ഒരു ആയ എന്ന് പറഞ്ഞൊരു വേർഡ് കിടക്കുന്നത്. അതിനൊരു ഇംഗ്ലീഷാണ് മേരിയും ആനിസും ചേർക്കാൻ വിട്ടുപോയി. ആയ എന്നുള്ള ഒരു വേർഡും അവിടെ ചേർത്തില്ല. അതും കൂടി അവിടെ ചേർത്താൽ മേരി പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. അപ്പൊ ആയ എന്നുള്ളതിനൊരു വേർഡ് ഏതാണ്? വിച്ച്. WHICH, വിച്ച്. വിച്ച് എന്ന് പറയുന്ന വേർഡ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് ഏത് എന്നുള്ള അർത്ഥത്തിലാണ്. വിച്ച് ഈസ് യുവർ ബാഗ്, ഇതിൽ ഏതാണ് നിന്റെ ബാഗ്. വിച്ച് ഈസ് യുവർ പ്ലേറ്റ്, ഇതിൽ ഏതാണ് നിന്റെ പ്ലേറ്റ്. വിച്ച് ഈസ് യുവർ അംബ്രല്ല. അപ്പൊ ഏത് എന്ന് ഉപയോഗിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡായിട്ടാണ് വിച്ച് ഉപയോഗിക്കുന്നത്. വിച്ച് എന്ന് പറയുന്ന വേർഡ് ആയ എന്നുള്ള അർത്ഥത്തിൽ ചിലപ്പോൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില സെന്റൻസുകളൊക്കെ വിച്ചൊക്കെ വെച്ച് നമ്മൾ കാണുമ്പോൾ നമ്മൾ അവിടെ ഏത് എന്നുള്ള അർത്ഥത്തിൽ ചിന്തിച്ചു വരുമ്പോൾ അർത്ഥം അങ്ങോട്ട് ശരിയാവാത്തതിന്റെ കാരണം അതാണ്. കാരണം അവിടെ വിച്ച് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് സംഗതികളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ്. അപ്പൊ അവിടുത്തെ വിച്ചിന്റെ അർത്ഥം എന്താണ്? ആയ എന്നുള്ളതാണ്. ഇവിടെ മേരി ജിൻസി പറഞ്ഞു. മേരി ജിൻസി പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു. The vegetables you bought yesterday was very bad. വെജിറ്റബിൾ അതിന്റെ കഴിഞ്ഞ ശേഷം ചേർക്കേണ്ട വാക്ക് വിച്ച് യു ബ്രോട്ട്. അപ്പൊ കറക്റ്റായി. നിങ്ങൾ കൊണ്ടുവന്നതായ. ആ ആയ എന്നുള്ളതിൽ എന്ത് വന്നു? ഒരു വിച്ച് അവിടെ വന്നപ്പോ കറക്റ്റായി. The vegetable which you brought yesterday was very bad. അപ്പൊ കറക്റ്റായി. അപ്പൊ ആ ഒരു വിച്ച് അവിടെ ആനീസിനും മേരിക്കും അവിടെ വിട്ടുപോയി. അപ്പൊ വിച്ചിന്റെ അർത്ഥം എന്താണ്? ആയ. ഏതെന്നല്ല, ആയ. കാരണം ഈ സെന്റൻസിൽ വിച്ച് ഉപയോഗിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടല്ല, രണ്ട് കാര്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആയ. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ആ അമ്മയെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം, ദ ബ്രേക്ക്ഫാസ്റ്റ് which you prepared in the morning is delicious. ഇന്ന് അമ്മ ഉണ്ടാക്കിയതായ ബ്രേക്ക്ഫാസ്റ്റ് അത് നല്ല ടേസ്റ്റി ആയിരുന്നു. The breakfast which you prepared this morning is very tasty. അങ്ങനെ പറയാം. അപ്പൊ അതിന്റെ അടുത്ത് വിച്ച് ചേർക്കണം. യെസ്. ഓക്കെ. വിച്ചിന്റെ അർത്ഥം എന്താണ്? ആയ എന്ന് പറഞ്ഞത്. ഓക്കെ. ഷഹന
Hello. ഓക്കെ ഹലോ വേറെ സെന്റൻസ് കൂടെ പറഞ്ഞാണി ദ വെജിറ്റബിൾസ് which you brought yesterday were very bad. വെജിറ്റബിൾസ് ആണെങ്കിൽ വേറെ ചേർക്കാം, വെജിറ്റബിൾ ആണെങ്കിൽ വാസ് ചേർത്താം. ഓക്കെ ഷഹാന. Hello, sir. ഓക്കെ സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞു എന്റെ ഭർത്താവ് ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു അല്ലെ? അപ്പൊ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയും പറഞ്ഞൂടെ? മൈ ഹസ്ബൻഡ് ബോട്ട് സം വെജിറ്റബിൾസ് യെസ്റ്റർഡേ ബട്ട് ദേ വേർ ബാഡ്. അതിനും ഭയങ്കര വ്യത്യാസമല്ല. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥമല്ല വരാം. എന്റെ ഭർത്താവ് ഇന്നലെ കുറച്ച് പച്ചക്കറികൾ കൊണ്ടുവന്നു, എന്നാൽ അത് മോശമായിരുന്നു. ആ അർത്ഥമാണ് കിട്ടുന്നത്. കേട്ടാ, സംഗതി കറക്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞ വാചകത്തിന്റെ അല്ല കിട്ടുന്നത്. അത് അടുത്ത് പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഞാൻ ഈ റിലേറ്റീവ് പ്രോണൗണിന്റെ സാധനത്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞതാണ്. നമ്മൾ പഠിക്കുന്നത് റിലേറ്റീവ് പ്രോണൗൺ. ഓക്കെ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷഹാന, ഷഹാന ഒരു ഇംഗ്ലീഷിൽ ഒരു വാചകം പറയാം. അതിന്റെ അകത്ത് വിച്ച് എന്ന് പറയുന്നത് വേർഡ് ഉണ്ടാവും. ആയ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന വിച്ച് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ട് ഒരു സെന്റൻസ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അമ്മയോട് പറയാം ദ ബ്രേക്ക്ഫാസ്റ്റ് വിച്ച് യു പ്രിപ്പയർഡ് വാസ് വെരി ടേസ്റ്റി, അങ്ങനെ പറയാം. യെസ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഭർത്താവിനോട് പറയാം ദി പ്രസന്റ് സമ്മാനം യു ഗേവ് മീ യെസ്റ്റർഡേ വിച്ച് യു ഗേവ് മീ യെസ്റ്റർഡേ ഈ സൂപ്പറായി. ഇന്നലെ തന്ന ആ പ്രസന്റ് സൂപ്പറായി. യെസ്. അപ്പൊ അങ്ങനെ വിച്ച് ഇടയിൽ വരുന്നത് വാചകം എന്ന് പറഞ്ഞു. Yesterday you എന്താണ് ഷഹാന ഉദ്ദേശിച്ചത്? പറയാവേ. സാവകാശം, റിലാക്സ്. ഒരു ടെൻഷനും വേണ്ട. റിലാക്സ് ചെയ്ത് പയ്യെ ഓരോരുത്തരും ആലോചിച്ച് വെച്ചോ. യെസ്, റിലാക്സ് ചെയ്ത് പറഞ്ഞാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ഒന്ന് ആലോചിക്കുക. അമ്മ പ്രിപ്പയർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു, ഇന്നലെ കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായിരുന്നു, അങ്ങനെ പറയല്ലോ. യെസ്. Yesterday which you brought cookies were very delicious. ഡെലീഷ്യസ്. അപ്പൊ സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്യണം. ദ കുക്കീസ് അതാദ്യം പറയും. എങ്ങനെയുള്ള കുക്കീസ്? വിച്ച് യു ബ്രോട്ട് യെസ്റ്റർഡേ, ഇന്നലെ കൊണ്ടുവന്ന കുക്കീസ്. കേട്ടാ, അപ്പൊ അങ്ങനെ പറയണം. ഓക്കെ അത് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ തന്ത്രപരമായൊരു നീക്കമാണ് ആര് നടത്തിയത്? ഷഹാന നടത്തിയത്. വെജിറ്റബിൾ അങ്ങനെ മാറ്റി, പകരം അവിടെ എന്തുകൊണ്ട് ചേർന്നു? കുക്കീസ് കൊണ്ട് ചേർന്നു. അപ്പൊ അങ്ങനെ ഒരു ആക്ടിഫുൾനെസ് ആണ് ആര് കാണിച്ചത്? ഷഹാന കാണിച്ചത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഷഹാന. ലസീഫ. ലസീഫ് ഒരു സെന്റൻസ് പറയാം. അതിന്റെ ഉള്ളിൽ ഒരു വിച്ച് വേണം. വിച്ച് എന്ന് പറയുമ്പോൾ ആയ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് കൂടി ഓർമ്മയുണ്ടാവും. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. നമ്മൾ നിത്യ ജീവിതത്തിൽ നിന്നൊക്കെ എടുക്കുന്നേ. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു, സൂപ്പർ ആയിരുന്നു. ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. ദ ഫിലിം, അതിപ്പോ ഡിലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. ദ ഫിലിം വിച്ച് ഐ സോ യെസ്റ്റർഡേ വാസ് സൂപ്പർ. സൂപ്പർ ആയിരുന്നു. യെസ്, അങ്ങനെ നമുക്ക് പറയാലോ. എത്ര ആയ എന്നുള്ള അർത്ഥത്തിൽ പറയാലോ. പറഞ്ഞോ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റ് പറഞ്ഞാൽ മതി, ശരി പറയണമെന്നില്ല. Yesterday, my husband bought a dress for me. It's which it is very gorgeous. I liked it so much. യെസ്. ഓക്കെ അത് നേരത്തെ സെന്റൻസ് കറക്റ്റ് ആണ് താൻസിയ. അല്ല നസീബ, അത് നേരത്തെ താൻസിയ പറഞ്ഞ മോഡലായിരുന്നു. യെസ്റ്റർഡേ മൈ ഹസ്ബൻഡ് ബ്രോട്ട് ഡ്രസ് ഫോർ മീ, എനിക്ക് വസ്ത്രം കൊണ്ടുവന്നു. ദാറ്റ് വാസ് വെരി സൂപ്പർ. ആ ഒരു രീതിയിലാണ് താൻസിയ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിച്ച് ഉപയോഗിച്ച് പറയുമ്പോൾ ആദ്യം എന്ത് പറയണം? ഡ്രസ്.
ദാറ്റ് ഡ്രസ്, എങ്ങനെയുള്ള ഡ്രസ്സ് അത് വിശേഷിപ്പിക്കണം. നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന ഡ്രസ് വിച്ച് യു ബ്രോട്ട് യെസ്റ്റർഡേ, അല്ലെങ്കിൽ വിച്ച് യു ഗേവ് മീ യെസ്റ്റർഡേ, ഇന്നലെ എനിക്ക് തന്നതായ ഡ്രസ്. നമ്മൾ ആദ്യം നൗൺ പറയുന്നു, ആ നൗണിനെ വിശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും പിന്നീട് പറയുന്നത്. യെസ്, വിച്ച് യു ഗേവ് യെസ്റ്റർഡേ വാസ് സൂപ്പർ, അങ്ങനെ പറയണം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ രീതിയിലൊന്ന് മാറ്റി പറയുന്നത് മാത്രമേ ഉള്ളൂ വിച്ച് വരുമ്പോൾ. വിദ്യ കെവി. ഹായ് സർ. പറഞ്ഞോളൂ വിദ്യ. ഒരു എന്തെങ്കിലും വിദ്യ ഒരു പുസ്തകം വായിച്ചു, അത് നല്ല പുസ്തകമായിരുന്നു, എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. The book which കറക്റ്റ് ആണ് പറഞ്ഞത്. വെരി ഗുഡ്. ദ ബുക്ക് വിച്ച് I read. അല്ലേ? അത്രയും വരെ കറക്റ്റ് ആണ്. കറക്റ്റ് ആയിട്ട് വന്നേക്കട്ടെ. ദ ബുക്ക് വിച്ച് ഐ റെഡ് അല്ല, ദ ബുക്ക് ആ പുസ്തകം. എങ്ങനെയുള്ള പുസ്തകം? വിച്ച് ഐ റെഡ്, ഞാൻ വായിച്ചതായ പുസ്തകം. ബുക്കല്ലേ ഉള്ളു, അപ്പൊ വാസ് മതി. വാസ് വെരി നൈസ്. ബുക്സ് ആണെങ്കിലാണ് വേറെ വരാൻ പറ്റുള്ളൂ. ബുക്ക് ഒരെണ്ണമല്ലേ ഉള്ളു, അപ്പൊ വാസ് നൈസ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, ദ ബുക്ക് വിച്ച് ഐ റെഡ് യെസ്റ്റർഡേ വാസ് ടേക്കൻ ഫ്രം അവർ ലൈബ്രറി, അത് ഞങ്ങളുടെ ലൈബ്രറിയിൽ എടുത്ത പുസ്തകമാണ്. യെസ്, അങ്ങനെ പറയാം. അപ്പൊ പിടി കിട്ടിയല്ല. യെസ്, വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അഞ്ജു പറയും. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. നീനു പറഞ്ഞോളൂ. നീനു അല്ല, ഞാൻ സാർ ചോദിച്ചപ്പോ ഞാൻ കരുതി യെസ്റ്റർഡേ ഐ റെഡ് എ ബുക്ക് വിച്ച് വാസ് നൈസ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? യെസ്റ്റർഡേ ഐ റെഡ് എ ബുക്ക് വിച്ച് വാസ്, നല്ലത് മറ്റേതാണ്. ദ ബുക്ക് വിച്ച് ഐ റെഡ് യെസ്റ്റർഡേ. കേട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നീനോട് വേറെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. നീനു ഈ വഴിക്ക് വന്നതല്ലേ, ഞാൻ അഞ്ജുവിനോട് വന്നതാണ്. സാറേ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറഞ്ഞു. എനിക്ക് എന്റേതായ ചില കടമകൾ ഉണ്ട് എന്നുള്ളത് ഐ വിച്ച് സം ഡ്യൂട്ടീസ് എന്നാണ് പറയാ, ഐ വാസ് സം ഡ്യൂട്ടീസ് എന്നാണ് പറയാ? ആദ്യം പറഞ്ഞു. എനിക്ക് എന്റേതായ ചില കടമകൾ ഉണ്ട് എന്ന് പറയൂലേ, അത് ഐ വിച്ച് സം ഡ്യൂട്ടീസ് എന്നാണ് പറയാ, ഐ വാസ് സം ഡ്യൂട്ടീസ് എന്നാണ് പറയാ? എനിക്ക് എന്റേതായ ഡ്യൂട്ടീസ് എന്നല്ലേ പറയാ? റെസ്പോൺസിബിലിറ്റി എന്നല്ലേ പറയാ? റെസ്പോൺസിബിലിറ്റി എന്നല്ലേ പറയാ? ആവല്ലേ പറയാ? കടമകളെ റെസ്പോൺസിബിലിറ്റി എന്നല്ലേ പറയാ? ഉത്തരവാദിത്വം, കടമ. ഓക്കെ, നസ്രിൻ ചോദിച്ചേ. ഓക്കെ, നമുക്ക് ഈ വലിയ ലെങ്ത്തിലോട്ട് പോകല്ലേ, നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാം. അതിന്റെ അങ്ങോട്ട് വരാം. എനിക്ക് കടമകളുണ്ട്. യെസ് എന്ന് പറഞ്ഞു. I have a responsibility. My own responsibility. ഓക്കെ ഓക്കെ. എനിക്ക് എന്റേതായ ഐ ഹാവ് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി. അവിടെ വിച്ച് വേണ്ട. യെസ്, കടമകളുണ്ട്. അന്ന് ചെറുതാക്കിയിട്ട് നമ്മൾ റെഡിയാക്കുമ്പോൾ റെഡിയാവും. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഇതൊന്നും ഓർത്തിരിക്കുക. ആ മാനറും പ്ലേസും ടൈം ഓർത്തില്ലെങ്കിലും സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. എനിക്ക് സബ്ജക്റ്റ്, വെർബ് ഉണ്ട്, എന്തുണ്ട്, അതാണ് ഓബ്ജക്റ്റ്. റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി? ആ റെസ്പോൺസിബിലിറ്റി നമ്മളൊന്ന് വിശേഷിപ്പിക്കണം. എന്റേതായ, മൈ ഓൺ. യെസ്, എന്താണ് ഫാൻസിയെ പറയാൻ പോയത്? വിച്ച് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്നും പറഞ്ഞൂടെ? ഓ, അത് ശരിയാവില്ല, ഒന്ന് പറഞ്ഞു. വിച്ച് എന്ന് പറഞ്ഞാൽ ഏതെന്നല്ലേ അവിടെ അർത്ഥമാക്കുന്നത്? ഇറ്റുന്നില്ല, വിച്ച് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഞാൻ ഇട്ട് ചേർത്തിട്ടില്ല. യെസ്, ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. വിച്ച് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ് എന്റെ റെസ്പോൺസിബിലിറ്റി എന്നാണ്. വിച്ച് ആദ്യം വരുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡാണ്.
അത് കൂടുതൽ ഓർത്തിരുന്നാൽ മതി കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നീനു സാറേ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിക്കും. ബുക്ക് എന്നുള്ളതിന് വാസ് ചേർക്കാൻ പറഞ്ഞില്ലേ, അപ്പൊ ബുക്സ് എന്നുള്ളതിന് എന്താ പറഞ്ഞത്, വേറാണോ? വേറെ യെസ്. മീനു നീനുവിന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു പയ്യൻ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആ പയ്യന് ഒരു 16 വയസ്സുള്ള പയ്യൻ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആ പയ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെയുള്ള മറ്റുള്ളവരോട് നീനു പറയുന്നു, കഴിഞ്ഞ വർഷം SSLCക്ക് ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇവനാണ്. ഒന്നുകൂടി പറയാം, കഴിഞ്ഞ വർഷം SSLCക്ക് ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇവനാണ്. കാരണം അവിടെ ഒരു സ്കൂളുണ്ട്, അവിടെ ആകുന്ന ഒരു കൊച്ചിനെ ഫുൾ A+ ഉണ്ടായിരുന്നു. യെസ്, ആ കുട്ടിയുടെ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീടിന്റെ വീട്ടിൽ വന്നേക്കണേ. അപ്പോ നീനുവിന് ആ കുട്ടി അറിയാവുന്നതുകൊണ്ട് ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ച് ഭർത്താവിനോടും മക്കളോടും പറയാണ്, കഴിഞ്ഞ വർഷം SSLCക്ക് ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇവനാകും. അവിടെ ഉണ്ടാവും ഫുൾ A+ കിട്ടിയതായ കുട്ടി. ഓരോരുത്തരും മനസ്സിൽ തുടങ്ങാൻ പറ്റും സാറേ. ഹി ഗോട്ട് വേണ്ട, നമ്മൾ പറഞ്ഞില്ലേ ദ ബുക്ക് ലാസ്റ്റ് ഇയർ ദ വെജിറ്റബിൾ എന്ന് പറഞ്ഞ ദിസ് ഈസ് ദ ബോയ്. ഇതാണ് ആ കുട്ടി. ആ കുട്ടിയെ വിശേഷിപ്പിച്ചിട്ട് പറഞ്ഞത് ദിസ് ഈസ് ദ ബോയ്. എങ്ങനെയുള്ള കുട്ടിയാണ് പിന്നീട് പറഞ്ഞത്? ദിസ് ഈസ് ദ ബോയ്. വാക്ക് കിട്ടുന്നില്ല. ദിസ് ഈസ് ദ ബോയ് ഗോട്ട് വിച്ച് വേണ്ടേ? This is the boy which got full A+ in last year. Yes, this is the നീനു പറഞ്ഞു വരുന്നത് this is the boy which got full A+ in SSLC examination. അല്ലേ? ഓക്കെ, ശിവ അവിടെ നിൽക്കട്ടെ. യെസ്, അതല്ല നീനു പറഞ്ഞു വരുന്നത്. അതാ പറഞ്ഞത്. യെസ്, അപ്പോ നീനു വളരെ നിഷ്കളങ്കയായ ഒരു ആളായതുകൊണ്ട് ഈ ഊടായ്പൊന്നും തിരിയില്ല. മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്താ പറയുക, ഇവിടെ ആ വിച്ച് ഉപയോഗിക്കാൻ പാടില്ല. വിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ വിച്ച് ഉപയോഗിച്ചപ്പോ അവിടെ ബുക്കായിരുന്നു, വെജിറ്റബിൾ ആയിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, അതൊക്കെ ഇങ്ങനെ അതിനെ കുറിച്ചാണ് ആയാന്ന് നമ്മൾ പറഞ്ഞത്. അതൊക്കെ ജീവനില്ലാത്ത വസ്തുവാണ്. അവിടെ മാത്രമേ വിച്ചു വരാവൂ. ഇവിടെ നമ്മൾ പറയുന്നതിനെ കുറിച്ചാണ് ജയിച്ചതായ കുട്ടി, അല്ലെ? അത് ജീവനുള്ള ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ ഓക്കെ, യെസ്. അവിടെ നമ്മൾ വിച്ചിന് പകരം എന്ത് ഉപയോഗിക്കും? അത് ഒന്ന് ഓർത്ത് വെച്ചോ. വിച്ചിന് പകരം എന്ത് ഉപയോഗിക്കണം? ഹൂ ഉപയോഗിക്കണം. ആയ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ഉപയോഗിക്കണം? ഹൂ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അവിടുത്തെ കറക്റ്റ് സെന്റൻസ് എങ്ങനെയാണ്? ദിസ് ഈസ് ദ ബോയ് ഹൂ ഗോട്ട് കിട്ടിയതായ ഫുൾ A+ ഇൻ ലാസ്റ്റ് SSLC എക്സാമിനേഷൻ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയതായ. സാധാരണ നമ്മൾ ഹൂ എന്ന് പറയുമ്പോൾ ആരെ? ഹൂ ആർ യു, ഹൂ ഈസ് ദാറ്റ് എന്നല്ല പറയുന്നത്. ആര് എന്നുള്ള അർത്ഥത്തിലല്ല, ഇവിടെ ആയ എന്നുള്ള അർത്ഥത്തിൽ ഹൂ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് വിച്ച് മാറി ഹൂ ആയി? കാരണം ഇതെന്താണ്? ഇത് ജീവനുള്ള ഒരു വസ്തുവിന്റെ കൂടെയാണ് പോണത്, അല്ലെ? മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. യെസ്, അവിടെ ഹൂ വരും. യെസ്, അപ്പൊ ഞാൻ ഇത് ആദ്യമായിട്ട് അറിയുന്നതിന്റെ എത്ര വരുന്നത്? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. വിച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞാല് റിലേറ്റീവ് പ്രോനൗൺ ആയ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. പക്ഷെ ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ ആയ എന്നുള്ള അർത്ഥത്തിൽ ഹൂ ആണ് ഉപയോഗിക്കേണ്ടത്. ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ വിച്ച് ആണ് ഉപയോഗിക്കുന്നത്. യെസ്, ദിസ് ഈസ് ദ ബോയ് ഹൂ ഗോട്ട് ഫുൾ A+. നമുക്ക് പറയാം, ഇന്നലെ ഒരാൾ വന്നു, ഇന്നും അയാൾ വരെയാണ്.
ഇന്നും ഇന്നലെ വന്നപ്പോ ഭർത്താവ് ഉണ്ടായില്ല, ഇന്ന് വന്നപ്പോ ഭർത്താവ് ഉണ്ട്. അപ്പൊ ഭർത്താവിനോട് ഭാര്യയായി നിങ്ങൾക്ക് പറയാം, ദിസ് ഈസ് ദ മാൻ ഹൂ കെയിം യെസ്റ്റർഡേ. ഇന്നലെ ഇവിടെ വന്നതായ മനുഷ്യൻ ഇതാണ്, അല്ല, ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ. ഇന്നലെ ഇവിടെ വന്നതായ മനുഷ്യൻ ഈ മനുഷ്യനാണ്. ഇന്നലെ ഇവിടെ വന്ന് ഇതെന്ന് പറയുന്നു. യെസ്. അപ്പൊ വിച്ച് എന്ന് പറയുന്ന വേർഡും ഹൂ എന്ന് പറയുന്ന വേർഡും ഇങ്ങനെ രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാം, റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയാം. റിലേറ്റീവ് പ്രോനൗൺ. യെസ്. ഈ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. യെസ്, അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഇപ്പൊ ഒരു 4 മിനിറ്റ് കൂടെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഷിലുവിന് പറയാൻ പറ്റും ഹൂ വരുന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് വേറെ നമുക്ക്. കേട്ടില്ല. ഹൂ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് പറഞ്ഞാൽ. Draupadi Murmu, who is the current president of India. Correct. Draupadi, who is the current president of India? അല്ല, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ പ്രസിഡന്റായ ദ്രൗപദി. യെസ്, അത് ഇന്ന സ്ഥലത്താണ് ഇപ്പോൾ. നമുക്ക് തന്നെ പറയാം. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മിഥുന സന്ദീപ്. അതുപോലൊരു വാചകം പറഞ്ഞ് ഷീരു പറഞ്ഞ പോലെ ഹൂ വരണം. ഹൂ ആദ്യമല്ല, സെന്റൻസിന്റെ ഇടയ്ക്കായിരിക്കണം വേണ്ട. പെട്ടെന്ന് വിളിച്ചൊന്നും കിട്ടുന്നില്ല സർ. യെസ്, നമുക്ക് വേറെ ഞാനിപ്പോ കടന്നു പറയണ്ട. യെസ്, ഒരാള് നിങ്ങൾക്ക് പറയാം. ഇപ്പൊ നമ്മളിപ്പോ അയാളുടെ പേര് സതീശൻ എന്നായിരിക്കും. സതീശൻ, ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ. കേട്ടോ, സതീശൻ, ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ. ഇന്നലെ ഇവിടെ വന്നതായ സതീശൻ. ഡൈഡ് ടുഡേ ഇൻ ദ മോർണിംഗ്. രാവിലെ മരിച്ചു. കേട്ടോ, സതീശൻ. എങ്ങനെയുള്ള സതീശൻ പറയും, ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ. ഇന്നലെ ഇവിടെ വന്നതായ സതീശൻ. ഡൈഡ് ഇൻ ദ മോർണിംഗ്. രാവിലെ മരിച്ചു. Then the boy, ആ കുട്ടി, who is my student, എന്റെ വിദ്യാർത്ഥിയായ ആ കുട്ടി, got first rank കിട്ടി. യെസ്. അപ്പൊ ഹൂ എന്ന് പറയുന്ന വേർഡിന് ആയ എന്നുള്ള അർത്ഥത്തില് ഒരു റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിഫ്ന. യെസ്, കീർത്തി. Sir, I love people who speak their mind. Who Speak their mind. Yes, I love the people Who speak their mind. Yes, their mind ആണ് ഉദ്ദേശിച്ചത്. MIND. MIND. Yes. എന്താണ് മലയാളത്തിൽ കീർത്തി ഉദ്ദേശിച്ചത്? I love people who speak mind. അതായത് എനിക്കിഷ്ടമാണ് നമ്മളെ എന്തോ പറയാ ഇനി. അല്ല, മലയാളത്തിൽ പറഞ്ഞു, ഇംഗ്ലീഷൊക്കെ വിട്ട് മലയാളത്തിൽ എന്താണ് ഉദ്ദേശിച്ചത്? മലയാള അർത്ഥം പറഞ്ഞു. ഈ സെന്റൻസ് പറഞ്ഞിട്ട് കുട്ടികളുടെ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. അപ്പൊ അല്ല, മലയാളത്തിൽ എന്ത് പറയും? I love people who speak their mind. കറക്റ്റ് മലയാളം പറഞ്ഞിട്ട് അറിഞ്ഞൂടാ സാർ. യെസ്, ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് ഒരു കൂടി ചേർത്താൽ മതി. ആ മൈൻഡിന്റെ ഒരു വേർഡ് കൂടി ചേർത്താൽ മതി. അത്രയും പറയാൻ കറക്റ്റ് ആണ്. ഐ ലവ് ദ പീപ്പിൾ ഹു സ്പീക്ക്. അവിടെ പറയാൻ കറക്റ്റ് ആണ്. ബാക്കി ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി അവിടെ. People who speaks ആണോ? അല്ല, okay, that's here. I will come to you. Yes, I love the people who speak about their own mistakes. അവരവരുടെ തെറ്റുകളെ കുറിച്ച് പറയുന്ന ആളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
സ്വന്തമായിട്ട് പറ്റി തെറ്റുകാരും പറയില്ലല്ലോ. യെസ്, ഐ ലവ് ദ പീപ്പിൾ ഹു സ്പീക്ക് അബൌട്ട് ദെയർ ഓൺ മിസ്റ്റേക്സ്. സ്വന്തം തെറ്റുകളെ കുറിച്ച് തുറന്നു പറയുന്നവർ എനിക്ക് ഇഷ്ടമാണ്. യെസ്, താൻസിബല്ലേ പറഞ്ഞത്? വരുന്നു വിദ്യ. യെസ്, വിദ്യ എന്താണ് ഡൗട്ട്? സാർ എല്ലാ ടെൻസിലും വിച്ചും ഹൂം ഒരുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ യെസ്റ്റർഡേയുടെ അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിച്ചും ഹൂ ഒക്കെ എല്ലാ ടെൻസിലും ഇപ്പൊ യെസ്റ്റർഡേ ആയാലും ഇന്നായാലും നാളെ ആയാലും ഒരുപോലെ തന്നെയാണ്. ഇത് രണ്ടും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഏത് ഹൂവും വിച്ചും ദാറ്റ് റിലേറ്റീവ് പ്രോനൗൺ ആണ്, ഹൂം റിലേറ്റീവ് പ്രോനൗൺ ആണ്, വെൻ റിലേറ്റീവ് പ്രോനൗൺ ആണ്, വെയർ റിലേറ്റീവ് പ്രോനൗൺ ആണ്, ഹൂസ് റിലേറ്റീവ്, ഇതെല്ലാം റിലേറ്റീവ് പ്രോനൗൺ ആണ്. നമ്മുടെ സെന്റൻസിന്റെ ഘടന നോക്കണം. അത് നമ്മളൊരു കുറെ എക്സസൈസ് ഉണ്ട്, അത് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, യെസ്. ഇനി താൻഷീബ എന്ന് പറഞ്ഞോളൂ. ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞില്ലേ, പറഞ്ഞോളൂ. സർ ഞാനാണ് തസ്നിയ. പറഞ്ഞോളൂ താൻസി. ഡിയർ ഫ്രണ്ട്സ്, ഹൂ വാസ് രാധ ആൻഡ് കൃഷ്ണൻ? എന്താണ് ഉദ്ദേശിച്ചത്? അവിടെ ഹൂ ചേർത്തിയത് ഈ ഹൂ വാസ് രാധ ആൻഡ് കൃഷ്ണ എന്ന് പറഞ്ഞതിന്റെ ഇടയിൽ കൂടെ ഹൂ ചേർത്തിയാല് അത് കറക്റ്റ് ആകുമോ? ഫസ്റ്റ് അല്ല, അത് സെക്കൻഡ് വേർഡ് ആയിട്ടാണ് വരുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഹൂ വാസ് രാധ ആൻഡ് കൃഷ്ണ. അപ്പൊ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ക്വസ്റ്റ്യൻ വേർഡ് ആയി. ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോം ഇടാം. ഡിയർ ഫ്രണ്ട്സ്, ഹൂ വാസ് രാധ. അപ്പൊ ആരായിരുന്നു രാധ എന്നാണ്. ഹൂ വാസ് കൃഷ്ണ, ആരായിരുന്നു കൃഷ്ണ. അത് നമുക്ക് വേണമെങ്കിൽ വേറെ മാറ്റി പറയാം. വേറെ എക്സാമ്പിൾ പറയാം. അപ്പൊ അവിടെ ആൻഡിന്റെ ടു ഇട്ടാലോ? പറഞ്ഞോളൂ. ഡിയർ ഫ്രണ്ട്സ്, ഹൂ വാസ് രാധ ടു കൃഷ്ണ എന്ന് പറഞ്ഞാലോ? ശരി, ഹൂ വാസ് രാധ കൃഷ്ണ എന്ന് പറയില്ല. ഹൂ വാസ് രാധ കൃഷ്ണ രണ്ടുപേരില്ല അവിടെ. അപ്പൊ ഹൂ വാസ് രാധ, ഹൂ വാസ് കൃഷ്ണ. കൃഷ്ണന്റെ ആരായിരുന്നു രാധ എന്നുള്ള സെന്റൻസ് ആണോ ഉദ്ദേശിച്ചത്? ജാൻസി എന്താണ് ഉദ്ദേശിച്ചത്? മലയാളത്തിൽ പറഞ്ഞു, എന്താ ഉദ്ദേശിച്ചത്? നമുക്ക് വേറെ പറയാം. എന്റെ കുട്ടികൾ രാധയും കൃഷ്ണനുമായ രാധയും കൃഷ്ണനുമായിട്ട് അഭിനയിച്ച്. സോറി സർ, എന്റെ നെറ്റ് പോയതാണ്, ഞാൻ കേട്ടില്ല. രാധയും കൃഷ്ണനുമായിട്ട് അഭിനയിച്ച എന്റെ കുട്ടികൾ, അത് നമുക്ക് പറയാം. മൈ ചിൽഡ്രൻ ഹു ആക്ടഡ് ആസ് രാധ ആൻഡ് കൃഷ്ണ. കേട്ടോ, മൈ ചിൽഡ്രൻ ഹു ആക്ടഡ് ആസ് രാധ ആൻഡ് കൃഷ്ണ ആർ വിത്ത് മീ, എന്റെ കൂടെ വരുന്നത്. അല്ലെങ്കിൽ my children who acted as Radha and Krishna are on the stage. ഇപ്പൊ എവിടെയാണ്? സ്റ്റേജിലുണ്ട്. അങ്ങനെ പറയാം. ഓക്കെ, പേടിക്കണ്ട, നമുക്ക് ഇത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പൊ സമയമായി, അപ്പുറത്തെ അടുത്ത ക്ലാസ് ഉണ്ട് റുപ്പയില്. അപ്പൊ ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സർ. Okay, close ചെയ്തോട്ടെ. Thank you, sir. Okay, we will meet in the next class. Okay, bye.